ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇച്ചൂസ് വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏത് സ്ഥലമാണെന്ന്. എല്ലാവരും ഓൾമോസ്റ്റ് പോയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും അല്ലേ. ഇത് വേറെ എവിടെയല്ല, ഇത് കന്യാകുമാരിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് കന്യാകുമാരി. അപ്പോൾ ഞങ്ങളിന്ന് ഞാനും ഇച്ചൂസും ഇക്കു വന്നിട്ടില്ല കേട്ടോ. ഇക്കു ഗൾഫിലാണ് ഈ ടൈമിൽ. ഞാനും ഇച്ചൂസും പപ്പച്ചി ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ ഇന്ന് യാത്രയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പപ്പായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വരേണ്ട ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ കന്യാകുമാരിയിലോട്ട് പോയി. അപ്പം ഞങ്ങൾ കടലൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ മെയിനായിട്ട് വരുന്നത് എനിക്ക് ഈ ഇവിടുത്തെ കടകളിലൊക്കെ ഒന്ന് കയറണം, അത്ര തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മുമ്പ് ഞാൻ വന്ന ടൈമിൽ ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു സ്റ്റോളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കുറച്ചാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതെന്തോ ഒരു മിഠായി ആണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. വലിയ റൗണ്ടിന് വലുതായിട്ടിരിക്കുന്നതായിട്ട് ഒരു പപ്പടം പോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇവിടുന്ന് കാക്കപ്പുളി വാങ്ങിച്ചു, പിന്നെ മറ്റേ ആ ജാമിൻ്റെ അതുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു. നമുക്ക് പഴയ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പലതും ഞാനിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ പറഞ്ഞു ഇത് മിഠായി ആണെന്ന് അവർ പറഞ്ഞത്. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലാത്ത ആദ്യമായിട്ട് കാണുന്ന ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഞങ്ങൾ വാങ്ങി, ഇതൊക്കെ ഒന്നും വാങ്ങിക്കാനല്ലെങ്കിൽ തന്നെയും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു രസമാണ് കാണാൻ. ഒത്തിരി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പോകുന്നത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കടകളിലൊക്കെ ഒന്ന് കയറി ഒന്ന് നോക്കാനും അതുപോലെ കടൽ കാണുമ്പോഴും എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കടൽ കാണാൻ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ്മെൻറ്റ് ആകില്ലേ. ഇച്ചൂസ് ഇതിന് മുന്നേ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കുഞ്ഞു പ്രായത്തിലാണ് ഇച്ചൂസ് വന്നേക്കുന്നത്. ഇച്ചൂസിന് ഓർമ്മയുണ്ടോ ഇച്ചൂസേ? ഇല്ല, ഇച്ചൂസിന് ഓർമ്മയില്ലെന്ന്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഇച്ചൂസും എൻ്റെ കൂടെയുണ്ട് കേട്ടോ. ഇച്ചൂസിൻ്റെ അടുത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ പറഞ്ഞതാണ്. ഇച്ചൂസ് പറഞ്ഞു മമ്മി ചെയ്താൽ മതിയെന്ന്. പിന്നെ ഒത്തിരി ഇങ്ങനെയുള്ള ഈ ഒരു ശംഖ അതല്ലേ അതിൻ്റെ പേര്, അത് ഒത്തിരി പണ്ട് ഷെല്ല് അത് പപ്പ പണ്ട് ഒത്തിരി ഞങ്ങളുടെ കുഞ്ഞിലെ കന്യാകുമാരി പോയിട്ട് വരുമ്പോൾ പപ്പ ഒത്തിരി വാങ്ങിച്ചിട്ട് നമ്മൾ ഡോറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരിട വരെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ കളഞ്ഞെന്ന് തോന്നുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. അന്നൊക്കെ അതൊരു ഫാഷനായിരുന്നു. അതുപോലെ നമ്മളെല്ലാം സ്ലേറ്റിൽ നമ്മൾ എഴുതുന്ന പെൻസിലുണ്ടല്ലോ, അതിൻ്റെ ഒരു കുഞ്ഞില കൂർത്തിരിക്കുന്ന അത് പണ്ട് കന്യാകുമാരി പോകുമ്പോൾ വാങ്ങിക്കുമായിരുന്നു നമ്മളെയൊക്കെ കുഞ്ഞിലെ. ഇപ്പോഴൊന്നും ഞാൻ ആ സാധനം കണ്ടിട്ടേ ഇല്ല. പിന്നെ അവിടുന്ന് ഈ ഒരു ബാഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബാഗായിരുന്നു, അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഗൾഫിൽ വെച്ച് വഫയെന്ന് പറയുന്ന ഇച്ചൂസിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരെണ്ണം എനിക്ക് അവിടെ പിന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല, ഒരൊറ്റ പീസേ ഉണ്ടായുള്ളൂ. അത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു. നാട്ടിലത് വേറെ ഒരു കടയിലും നമ്മൾ കയറിയപ്പോഴൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അതൊരെണ്ണം ഞാൻ വാങ്ങി. പക്ഷേ ഇച്ചൂസിൻ്റെ ബാഗാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇച്ചൂസ് ആ ബാഗ് മമ്മിക്ക് തരുമോ? ഇച്ചൂസിന് അത് വേണമെന്ന് കേട്ടോ. ഈ വീഡിയോയ്ക്ക് 100 മില്യൺ ലൈക്സ് കിട്ടിയാൽ ഞാൻ തരും. പിന്നെ ഈ വീഡിയോയ്ക്ക് 100 മില്യൺ സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലായാൽ ഞാൻ തരും. അത് മാത്രമല്ല 100 മില്യൺ കമൻറ്റ്സ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചൂസിൻ്റെ ആ ബാഗ് എനിക്ക് തരത്തുള്ളെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നോക്കിയേ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ ശരിക്കും ഒരു തവണയൊക്കെ നമ്മളൊന്ന് പോകണം, വല്ലപ്പോഴും കൂടിയൊക്കെ കന്യാകുമാരിയിൽ. ഒന്നും വാങ്ങിക്കാനല്ല, ഇതൊക്കെ ഒന്ന് ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. അങ്ങനെ ഞാൻ എല്ലായിടത്തൊക്കെ ബാഗൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇച്ചൂസിന് പിന്നെ എവിടെ ചെന്നാലും ഐസ്ക്രീം മസ്റ്റാണ്. ഞാൻ പക്ഷേ കഴിച്ചില്ല കേട്ടോ. എനിക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുവാണെങ്കിൽ എപ്പോഴേ തൊണ്ടയ്ക്ക്
പ്രോബ്ലം വരും. ഞാനും പൊന്നാൻ്റെയും കൂടെ ഐസ്ക്രീം കഴിച്ചു ഗൈസ്, ഓറിയോ ഐസ്ക്രീം. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ നോക്കി നിന്ന്. ഞാൻ ഇവരോട് കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. കാര്യം ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. ഇനി ഇവർ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇവർക്ക് ത്രോട്ട് പെയിൻ ഒക്കെ ആയാലോ. പക്ഷേ ഗൈസ് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ത്രോട്ട് പെയിൻ ആയില്ല. പക്ഷെ അതിനൊക്കെ ശേഷം കഴിക്കാത്ത പാവ എനിക്ക് ത്രോട്ട് പെയിൻ ഉണ്ടായി. കുറച്ച് സ്ഥലത്ത് കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ പോപ്കോൺ വിൽക്കുന്നുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ എന്താ ചൂസ് നമ്മൾ കഴിച്ചത്, പിന്നെ നമ്മൾ ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗായ്സ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒരു മിനിറ്റ് എടുത്ത് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ അവരോട് ചോദിച്ചു എന്താണ് കുറച്ച് കടകളൊക്കെ അല്ലേ ഉള്ളു, എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഇപ്പോൾ മഴ ഭയങ്കര, ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര മഴയുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇപ്പോൾ സീസൺ അല്ല, അങ്ങനെ സീസൺ ടൈമിലാണ് ഒത്തിരി സ്റ്റോളൊക്കെ അവിടെ തുറക്കുന്നതെന്ന്. കാര്യം വളരെ കുറവായിരുന്നു. നമ്മളൊരു ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു നമ്മളവിടെ ചെന്നപ്പോൾ. കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് ലേറ്റായാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഒത്തിരി പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടേൺ വന്നപ്പോൾ ടൈം കുറച്ച് ലേറ്റായി. ഗായ്സ് ഇതിപ്പോൾ പാർക്കാണ്. ഞങ്ങൾ ഞാനും പൊന്നാൻ്റെയും ഇനായൻ്റെ കൂടെ പോയി. എന്നിട്ട് ഞാനും പൊന്നാൻ്റെയും കൂടെ കയറി കളിച്ചു. അതിനൊക്കെ ശേഷം ഇടയ്ക്ക് മാച്ചിപ്പൊന്നും വന്നായിരുന്നു. ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഒരു വൈകിട്ടൊരു 5 മണി 6 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രം ഇച്ചൂസ്. ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്.